ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ, അതായത് പൃഥ്വിരാജിൻ്റെ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനിയിൽ എത്ര രൂപയാണ് അവരുടെ വരുമാനം എന്നാണ് നോക്കാൻ പോകുന്നത്. മാർച്ച് 2022 പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് അതൊരു LLB കമ്പനിയായിരുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് കാണിച്ചിരിക്കുന്നത് ഏകദേശം 2 കോടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് കാണിച്ചിരിക്കുന്നത് 1,20,00,000 ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 കോടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 കോടിയുടെ വാല്യൂ ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതിൽ 1,20,00,000 രൂപയുടെ ഷെയർസ് ആണ് അലോഡ് ചെയ്തേക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി ഇവർ ക്യാപിറ്റലിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ 100% ഷെയർസും ഓൺ ചെയ്യുന്നത് പൃഥ്വിരാജും സുപ്രിയ മേനോനും. ഇവർ രണ്ടുപേരും 50% ഷെയർസ് വെച്ചിട്ടാണ് ഓൺ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക്. റിസർവ് ആൻഡ് സർപ്ലൈസ് മണിയായിട്ട് കാണിച്ചിരിക്കുന്നത് 31,27,00,000 രൂപയാണ്. ഷോർട്ട് ടൈം ബോറോയിങ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 9,30,00,000 രൂപയാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ തൽക്കാലമായിട്ട് എടുത്തിരിക്കുന്ന കടം ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു സെക്ഷൻ വരുന്നത്. കടമായിട്ട് എടുക്കുന്നതായിരിക്കും ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അടുത്തത് ടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 26,11,00,000 രൂപ. പൃഥ്വിരാജിന്റെ കയ്യിലുള്ള ലക്ഷറി കാറുകളൊക്കെ ഈ ഒരു പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ബേസിലായിരിക്കും. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 13,53,00,000 രൂപയാണ്. അങ്ങനെ ഫൈനലി ടോട്ടൽ അസറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 65,02,00,000 രൂപയാണ്. അതർ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 8,25,00,000 രൂപ. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 14,89,00,000 രൂപയാണ്. അങ്ങനെ 2024 പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനിയിലെ വരുമാനം കാണിച്ചിരിക്കുന്നത് 12,08,00,000 രൂപയാണ്. അപ്പൊ കമ്പനി ഇപ്പോൾ ലോസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 3,58,00,000 രൂപയുടെ ലോസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2024 ഡയറക്റ്റ് ആയിട്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു.